ഗാസ വെടിനിർത്തൽ ധാരണ അംഗീകരിച്ച് ഹമാസ്. ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടന്നത്. ഡൊണാൾഡ് ട്രംപ് നിയോഗിച്ച സ്റ്റീവ് വിറ്റ്കോഫ്, ബൈഡൻ്റെ പ്രതിനിധി ബ്രെറ്റ് മൈക്ക് ഗർഗ് എന്നിവർ ചർച്ചയുടെ ഭാഗമായി. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഗാസയിൽ വെടിനിർത്തൽ ധാരണ ഇപ്പോൾ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഹമാസ് ഇത് അംഗീകരിക്കുന്നു. ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും മധ്യസ്ഥതയിലാണല്ലോ ചർച്ചകൾ നടന്നത്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും വിനോദ്, ഖത്തറിന്റെയും ഈജിപ്തിന്റെയും നേതൃത്വത്തിൽ തുടർച്ചയായി ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ദോഹയിലായിരുന്നു പ്രധാനമായും ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ഈ ചർച്ചകളുടെ ഭാഗമായി ഡൊണാൾഡ് ട്രംപ് നിയോഗിച്ച പ്രത്യേക പ്രതിനിധി, പശ്ചിമേഷ്യയുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് നിയോഗിച്ച പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ തന്നെ ജോ ബൈഡൻ നിർദ്ദേശിച്ച പ്രതിനിധി ബ്രെറ്റ് മെഗർഗും ചർച്ചയിൽ സന്നിഹിതരായിരുന്നു. ഇവർ ചേർന്നാണ് ഈ ചർച്ചകളെല്ലാം തന്നെ ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തിച്ചത്. ഈ അന്തിമ രൂപത്തിലെത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായ വെടിനിർത്തലിനെ ഹമാസ് തയ്യാറായിരിക്കുന്നു എന്നതാണ് ഏറെ പ്രത്യേകതയുള്ള വിഷയം. വെടിനിർത്തൽ പൂർണ്ണമായും തയ്യാറായിരിക്കുന്നു. ബന്ദികളുടെ മോചനത്തിനുള്ള ധാരണയും മുന്നോട്ട് വെച്ച ധാരണ, അതായത് അമേരിക്കയും അതുപോലെ തന്നെ ഈജിപ്തും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്ത് മുന്നോട്ട് വെച്ച ആ രേഖകളെല്ലാം തന്നെ, അല്ലെങ്കിൽ ആ ധാരണ പൂർണ്ണമായും അംഗീകരിക്കുകയാണ് ഹമാസ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ബന്ദികളെ വിട്ടുകൊടുക്കുന്ന നീക്കങ്ങൾ ഒന്നൊന്നായി ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 100ഓളം ബന്ദികളാണ് ഇപ്പോൾ ഹമാസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരിൽ 34 പേരെ ആദ്യഘട്ടത്തിൽ പറഞ്ഞയക്കും. വീണ്ടും 33 പേരുള്ള രണ്ട് വിഭാഗങ്ങളായി, 2 ഘട്ടങ്ങളായി വീണ്ടും ബന്ദികളെ പറഞ്ഞയക്കുമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായ ധാരണയായിരിക്കുന്നത്. സമാനമായി ഇസ്രായേലിന്റെ തടവിൽ കഴിയുന്ന പാലസ്തീൻ യുദ്ധ തടവുകാരെയും വിട്ടുകൊടുക്കുന്നതിനുള്ള നീക്കങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമെന്ന വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. മാത്രമല്ല, ഇതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സ്റ്റീവ് വിറ്റ്കോഫിന്റെ ഇടപെടലിലെ അന്ത്യശാസനം കൃത്യമായി കമ്മ്യൂണിക്കേഷൻ നടന്നത്, അല്ലെങ്കിൽ അത് കൃത്യമായി ഹമാസിനെ ബോധിപ്പിച്ചത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ വ്യക്തമാണ്. ഗാസ വെടിനിർത്തൽ ധാരണ ഹമാസ് അംഗീകരിച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.